ഹേയ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വ്ലോഗ് നമ്പർ 2 പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇൻട്രോ ശരിക്കും പറയട്ടെ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിമി. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ആദ്യം ഇവിടെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് പോയി കണ്ടിട്ട് ഇത് കാണാം കേട്ടോ. എന്തായാലും നമ്മുടെ ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് ഇത് കേട്ടോ. ഇന്ന് 2-ാം തീയതി ആണ്. നാളെയും മറ്റന്നാളും ആണ് നമ്മുടെ ഉത്സവം, 3-4. അപ്പോൾ എല്ലാവരും ഒന്ന് രാവിലെ കുളിച്ച് സെറ്റായിട്ട് നമ്മളൊരു വീട്ടിലിരുന്ന് നമ്മുടെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അമ്പല കമ്മിറ്റിക്കാരുടെ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളിത് ആ സെറ്റായിട്ട് മലരും അവലും ഒക്കെ നന്നാക്കാൻ വേണ്ടി പോവാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു രസമാണ്. കാരണം എല്ലാവരും കൂടി അമ്പലത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ മുറം വെച്ച് ചേറ്റാനൊക്കെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ കാണാൻ തന്നെ പാടാം. എനിക്ക് പേഴ്സണലി അങ്ങനെ പറയുമ്പോൾ ഞാൻ കേട്ടോ പണ്ടത്തെ കാലം മിസ് ചെയ്യുന്ന കുറേ പേരോട് ഉണ്ടാവും. അതെ, ഞാനും ആ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ എല്ലാ പൂജ സാധനങ്ങളും, അതായത് പൂജയ്ക്ക് വേണ്ടി വരുന്ന പാത്രങ്ങളും വിളക്കുകളും പിന്നെ വേണ്ടി വരുന്ന പൂജ സാധനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഫ്ലെക്സ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ഗൈസ്, നമ്മുടെ എല്ലാവരും വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് വെച്ചാൽ മത്തങ്ങയും പയറും തൈരും പപ്പടമായിരുന്നു. നല്ല കോമ്പിനേഷനല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ അമ്പലം ഇതാണ് കേട്ടോ, ശ്രീനാരായണപുരത്ത് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാരണം ഇന്ന് 2-ാം തീയതി ആണ്. അപ്പോൾ തലേ ദിവസമാണ്. നമ്മളെല്ലാവരും ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ഇനി നമുക്ക് ഉത്സവം കാണാം അല്ലേ. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്സവത്തിൻ്റെ ദിവസമാണ്, ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്തായാലും ഗണപതി ഹോമമാണ്. അപ്പോൾ അതിന് വേണ്ടി പോവാം. ഓക്കെ, അപ്പോൾ രാവിലെ 5:30 തന്നെ നമ്മളുടെ ഗണപതി ഹോമം തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അരങ്ങൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ മോർണിംഗ് ആയതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഗണപതി ഹവനം തുടങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ച് എല്ലാവരും പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഊട്ടുപുരയിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു, ഉപ്പുമാവും റോബസ്റ്റ് പഴവും ചായയും. നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ളത് നാഗക്കളമാണ്, അഷ്ടനാഗക്കളം. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ചെന്നപ്പോഴത്തേനും കളം വരച്ച് പൂർത്തിയാക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ അഷ്ടനാഗക്കളം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ അഷ്ടനാഗക്കളം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. വളരെ നന്നായി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയുള്ളത് കളം പൂജിക്കലാണ്.
നമ്മുടെ നാഗക്കളം തുള്ളി വന്നത് കണ്ടു. സോ ഹാപ്പി, എന്താണെന്നറിയില്ല. സോ നമുക്ക് നോക്കാം. ഇത് എൻ്റെ ചേച്ചിയാണ്, മണി ചേച്ചി, അമ്മായിയുടെ മോളാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മായിയുടെ മോളുടെ മോള്, അതായത് മണി ചേച്ചിയുടെ മോള് ചിക്കുടു. ഇത് എൻ്റെ അനിയത്തി പാപ്പൻ്റെ മോളാണ് നേഹ. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഡ്രസ്സൊക്കെ മാറ്റി പോവാണ്. ഇതെൻ്റെ അമ്മയാണ്. ഗുണത്തിന് വരുത്തുവാനും ഇരുത്ത് വെക്കുമ്പോ തണ്ടാൻ ചാട്ടിയാര് ഓടി വന്നിട്ട് നെല്ല് വാരി നോക്കി. നെല്ലില് കല്ലും കട്ട പതിരും കാണുമ്പോൾ അപ്പോൾ ചോദിച്ചല്ലോ, നിങ്ങൾ പറ്റിച്ചു ആര്യവെള്ളോ നിങ്ങളുടെ നെല്ലിരി കല്ലും കട്ട പതിരും കാണുന്നുണ്ട്. നിങ്ങളുടെ കള്ളില് വെള്ളമുണ്ടെങ്കിൽ തണ്ടാൻ ചാട്ടിയാലേ ഞങ്ങളുടെ നെല്ലില് കല്ലും കട്ട പതിരും കാണുമല്ലോ. 6 നാഴിക്ക് 100 വേഷാണ് അതിന് ചുമായ ആര്യമൾ പോയി ആര്യ നെല്ലാക്കി അപ്പാ തൂക്കി നാഴിക്ക് 100 വേഷങ്ങൾ അവതരിത്തുമായ നെല്ലളവ് കൊടുത്തു കള്ളളവ് വാങ്ങി പൊന്നുണ്യമായ വേണോ അറിയാവേണ്ടത് നാലോചന്മാരെ കൊണ്ട് തണ്ണീർദാഹമുണ്ട്. വള്ളിക്കാഞ്ഞിരത്തിൽ തൃക്കടവാരെ വട്ടാമിട്ടിരുന്നു. പള്ളിക്കാഞ്ഞിരത്തിൽ അഞ്ചല പൊട്ടിച്ച് 5 നർക്കും വച്ച് കല്ലുന്തോണാണ് നർക്കല് കൊണ്ടിട്ട് ഗുണലുമായ ഇന്ധനമുത്തര് മാമന് കോരന് ഗീത വെച്ചുമായ പള്ളിക്കാഞ്ഞിരത്തിൽ അഞ്ചല പൊട്ടിച്ച് 5 നർക്കും വച്ച് ചിന്തക്ക് തള്ളക്ക് മാമന് മുത്താന് അഷ്ടമമൂർത്തികൾക്ക് മുത്തായി നായിക നേരാണ് സമയം ചെല്ലുമ്പോഴേ വെള്ളം തെളിച്ചാണ് വീരമണക്കുന്നു പൊന്നുണ്ണിമായ.
മോർണിംഗ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വേഗം കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയും സാമ്പാറുമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറനിറക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറനിറക്കുന്നത് കുട്ടനാണ് കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ തായമ്പക സെറ്റാണ്, അതായത് ചെണ്ടകൂട്ടുകാർ അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ ഭാഗം, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് ഇത്. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കൈകൊട്ടിക്കളിയുടെയാണ് ഈ ഡ്രസ്സ് എന്നാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു സന്തോഷമായത്, വീട്ടിൽ പറ നിറച്ചു. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പറ നിറയ്ക്കാനുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ എഴുന്നള്ളിപ്പ് കൊണ്ടുവരാണ്. ദേവീനെ പ്രദക്ഷിണം വെച്ചിട്ട് അമ്പലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ എഴുന്നള്ളിപ്പിന് ശേഷം അമ്പലത്തിൽ നട തുറന്നു. എന്താണെന്നറിയാത്തൊരു സന്തോഷമാണ് നമുക്കിപ്പോൾ വരുന്നത്. കാരണം പിന്നെ നമ്മുടെ ചെണ്ടമേളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ കൈകൊട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലിടാം. പക്ഷേ ഈ വീഡിയോയിലിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലെങ്ത് കൂടി പോകും. അതുകൊണ്ടാണ് ഞാനിതിലിടാത്തത് കേട്ടോ. ഇത് രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ പാട്ടിലാണ്, അതായത് വിഷ്ണുമായുടെ കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ അത് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.